ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച ആരംഭിക്കും. പൊതു അവധി ദിവസം ഒഴികെ ഈ മാസം 21 വരെ പത്രിക സമർപ്പിക്കാം. തൃശൂർ കോർപ്പറേഷനിലെ LDF കൌൺസിലർ ഷീബ ബാബു NDAയിൽ ചേർന്നു. LDFൽ നേരിട്ടത് തികഞ്ഞ അവഗണനയെന്ന് ഷീബ ബാബു. തൃശൂർ കോർപ്പറേഷനിലെ മുൻ BJP കൌൺസിലർ I ലളിതാംബിക CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്ത സംഭവം ദൗർഭാഗ്യകരവും ദുഃഖകരവുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സുവോളജിക്കൽ പാർക്ക് എന്ന മഹത്തായ ആശയത്തെ തകർക്കാനുള്ള ശ്രമത്തെ എന്ത് വില കൊടുത്തും തടയുമെന്നും മന്ത്രി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം രോഗികളെ വലച്ചു. OP ബഹിഷ്കരിച്ച ഡോക്ടർമാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വിയ്യൂർ ഹൈ സെക്യൂരിറ്റി ജയിലിൽ ഉദ്യോഗസ്ഥന് തടവുകാരുടെ മർദ്ദനമേറ്റു. പരിക്കേറ്റ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തടയാൻ ശ്രമിച്ച തടവുകാരനും മർദ്ദനമേറ്റു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല ഉയരും. 15 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 3000-ഓളം സംഗീതജ്ഞർ വേദി പങ്കിടും. വിവാദങ്ങൾക്കൊടുവിൽ സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ ടീമായ മാജിക് FCയുടെ ആദ്യ ഹോം മത്സരം വെള്ളിയാഴ്ച കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ ഹോം മത്സരത്തിൽ മലപ്പുറം FCയാണ് മാജിക് FCയുടെ എതിരാളികൾ. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. ഈ മാസം 21 വരെ പൊതു അവധി ദിവസം ഒഴികെ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ വരണാധികാരിക്കോ ഉപവരണാധികാരിക്കോ മുൻപിൽ പത്രിക സമർപ്പിക്കാം. ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 22-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 24-ആണ്. ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 13-നും നടക്കും. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. LDFന്റെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്നണി വിട്ട് NDAയുടെ സ്ഥാനാർത്ഥി. ദേശപ്പോരുമുറുകുമ്പോൾ മുന്നണി മാറ്റവും സജീവമായി. ജനതാദള സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ കോർപ്പറേഷനിലെ LDF അംഗവും മുൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന ഷീബ ബാബുവാണ് ചുവടുമാറി NDAയ്ക്കൊപ്പം ചേർന്നത്. പാർട്ടി സ്ഥാനം രാജിവെച്ചെത്തിയ ഷീബയെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഷീബ കൃഷ്ണാപുരം ഡിവിഷനിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ആകെയുള്ള 56 സീറ്റിൽ 30 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. പൂങ്കുന്നത്ത് രഘുനാഥ് C മേനോൻ, പാട്ടുരായ്ക്കൽ കൃഷ്ണമോഹൻ, വിയ്യൂർ മനോജ് നെല്ലിക്കാട്, പെരിങ്ങാവ് ജയശ്രീ, വില്ലടം രമ്യ കുമരൻ ചാത്ത്, ചേറൂർ മനു പള്ളത്ത്, മുല്ലക്കര TV ദിവ്യ, ഒല്ലൂക്കര ഗിരീഷ് ചെറുവാറ, കുട്ടനെല്ലൂർ ET ബാലൻ, പറവട്ടാനി ജോമേഷ്, ചെമ്പൂക്കാവ് K മഹേഷ്, മിഷൻ ക്വാർട്ടേഴ്സ് ആന്റണി പാലത്തിങ്കൽ, കുരിയച്ചിറ നിമ്മി ജോൺ, വളർക്കാവ് ശോഭ മേനോൻ, അഞ്ചേരി K ജയശ്രീ, ഒല്ലൂർ സെന്റർ ജെയിൻ പാലത്തിങ്കൽ, എടക്കുന്നി നിഖില ഊത്തപ്പിള്ളി, തൈക്കാട്ടുശ്ശേരി ധനിക, ചിയാരം നോർത്ത് സോഫിയ സൈജു, കുരിയച്ചിറ വെസ്റ്റ് രമ്യ ആന്റണി, തേക്കിൻകാട് പൂർണിമ സുരേഷ്, തിരുവമ്പാടി അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, കോട്ടപ്പുറം വിനോദ് കൃഷ്ണ, വടൂക്കര സദാനന്ദൻ വാഴപ്പിള്ളി, കണിമംഗലം പത്മിനി ഷാജി, കാര്യാട്ടുകര KK രാധാകൃഷ്ണൻ, കാനാട്ടുകര മിനി രാജീവ്, എൽത്തുരുത്ത് സൗമ്യ സലേഷ്, ചേറ്റുപുഴ സജിനി സത്യൻ എന്നിവരാണ് NDAയ്ക്കായി മത്സരരംഗത്തുള്ളത്. ഇതിൽ പൂർണിമ സുരേഷ് മാത്രമാണ് സിറ്റിംഗ് കൗൺസിലറായി ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചത്. ബാക്കിയുള്ള സീറ്റുകളിൽ മുന്നണിയിലെ ഘടകകക്ഷിയായ BDJSുമായി ചർച്ച നടത്തി വരും ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന്
MD രമേശ് പറഞ്ഞു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് ഈ പർവ്വത സമാനമായിട്ടുള്ള രണ്ട് മുന്നണികൾക്കെതിരായിട്ടാണ്. അതുകൊണ്ട് പുതിയ രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ചും വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതേ ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് വികസനത്തിന്റെ കൂട്ടായ്മകൾ ഗ്രാമതലം മുതൽ എല്ലാ മേഖലയിലും സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് പാർട്ടിയും മുന്നണിയും ആഗ്രഹിച്ചിട്ടുള്ളത്. BJP നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരും സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ സന്നിഹിതരായിരുന്നു. TCV തൃശൂർ. LDFനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നണി വിട്ട തൃശൂർ കോർപ്പറേഷൻ മുൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു. അവഗണനയിൽ മനം മടുത്താണ് മുന്നണി മാറ്റമെന്ന് ഷീബ ബാബു. LDFിൽ നേരിട്ടത് തികഞ്ഞ അവഗണനയാണ്. ഡിവിഷനിലേക്ക് ഫണ്ടുകൾ പോലും അനുവദിക്കാതെ തഴഞ്ഞു. നേതൃത്വത്തെ അറിയിച്ചിട്ട് പോലും ഫലമുണ്ടായില്ല. സഹികെട്ടാണ് പാർട്ടിയും മുന്നണിയും വിട്ടത്. മുന്നണി ബന്ധമൊക്കെ പോയിട്ട് ആളുകളായി. കാരണം വെച്ചാൽ ഞാൻ 1.5 വർഷമായിട്ട് എന്നെ ഒരു പ്രസ് മീറ്റിനും നമ്മൾ അറിയിക്കാറില്ല, ഒരു കോർ കമ്മിറ്റി വിളിക്കാറില്ല. എന്നെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് വേറെ വിഷയങ്ങളൊന്നുമല്ല. 3 പ്രാവശ്യമായിട്ട് എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ നിന്ന് വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു. എനിക്ക് കൗൺസിലർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാരണം നമുക്ക് ഓരോ വർഷം അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് യഥാസമയം ലഭിച്ചാലാണ് നമുക്കത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുക. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. ടെൻഡർ വരെ എത്തുമ്പോൾ നമ്മുടെ വർക്കുകൾ മാറ്റി വയ്ക്കപ്പെടുകയാണ്. നികുതി അടച്ച് എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് എൻ്റെ ഡിവിഷനിലുള്ളത്. അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് വികസനത്തിന് തടസ്സപ്പെടുത്തുക, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങൾക്കായുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് തന്റെ മുഖ്യ പരിഗണന. അതിന് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDAയിൽ വിശ്വാസമുണ്ടെന്നും ഷീബ പറഞ്ഞു. ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് എൻ്റെ ജനങ്ങളിലാണ്. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ പിന്തുണയ്ക്കുന്നവരവിടെ ഉണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന 4 ഭാഗത്തുള്ള ആവശ്യപ്രകാരമാണ് നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത്. പക്ഷെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു മെഷീനറി ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മുന്നണിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫണ്ട് കൂടുതൽ ലഭ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ നിരുപാധികം നമുക്ക് പിന്തുണ തന്നപ്പോൾ, ഇവരെൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഇലക്ഷൻ വർക്ക് എന്നോട് ഫ്രീ ആയിട്ട് നടത്തിയോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ മുന്നണിയിലേക്ക് വന്നിട്ടുള്ളത്. 15 വർഷമായി തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറാണ് ഷീബ ബാബു. ആദ്യ 5 വർഷം UDFിനൊപ്പമായിരുന്ന ഷീബ കഴിഞ്ഞ 10 വർഷമായി LDFിനൊപ്പമായിരുന്നു. ഇടക്കാലത്ത് പല ഭരണസമിതി തീരുമാനങ്ങളിലും കൗൺസിൽ യോഗത്തിൽ പരസ്യമായി വിയോജനവും വിമർശനവും പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഭരണസമിതിയും LDF നേതൃത്വവുമായി അകലാൻ കാരണമായത്. അതേസമയം BJPയിൽ അംഗത്വമെടുക്കുന്ന കാര്യത്തിൽ പിന്നീട് ചർച്ച ചെയ്യുമെന്നായിരുന്നു ഷീബയുടെ മറുപടി. അതൊക്കെ അപ്പോഴത്തെ ഇതുപോലെ തീരുമാനിക്കും. ഇപ്പം ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഭാവിയിലാവാം, ആവാതിരിക്കാം. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷനിലെ മുൻ BJP കൗൺസിലർ I ലളിതാംബിക CPIയിൽ ചേർന്നു. കുട്ടൻകുളങ്ങര ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തൃശൂർ കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ 2015-20 കാലഘട്ടത്തിൽ BJP കൗൺസിലറായിരുന്നു I ലളിതാംബിക. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം KK വത്സരാജ് I ലളിതാംബികയെ CPIയിലേക്ക് ഷാളണിയിച്ച് സ്വീകരിച്ചു. I ലളിതാംബികയുടെ CPIയിലേക്കുള്ള പ്രവേശന ചടങ്ങ് KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൗൺസിലറായിരുന്ന കാലത്ത് ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്നത് അറിയാവുന്ന ജനങ്ങൾ തന്നെ വീണ്ടും ജയിപ്പിക്കുമെന്ന് I ലളിതാംബിക പറഞ്ഞു. ഇപ്പോൾ ജനങ്ങളെന്നോട് സ്വതന്ത്രമായിട്ട് നിന്നെങ്കിലും ഞങ്ങളെ കാക്കണം എന്നുള്ളൊരു വാക്ക് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനിതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിന്നപ്പോൾ LDF ഗവൺമെൻറ് എന്നോട് സപ്പോർട്ട് ചെയ്യാം എന്നൊരു വാക്ക് തന്നതിൻ്റെ പ്രകാരം ഞാനിതിലേക്ക് പ്രവർത്തിക്കാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM തൃശൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷനിലെ നിലവിലെ LDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു BJPയിൽ ചേർന്ന ദിവസം തന്നെ മുൻ BJP കൗൺസിലർ CPIയിൽ ചേർന്നത് വാശിയേറിയ തിരഞ്ഞെടുപ്പ് മത്സരത്തിനൊരുങ്ങിയ LDFനെ സംബന്ധിച്ച് മധുര പ്രതികാരമായി. TCV തൃശൂർ. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന
32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപതാ മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ജനതാദൾ എസിന്റെ കൌൺസിലറായിരുന്ന ഷീബ ബാബു കഴിഞ്ഞ 4 വർഷമായി ജനതാദൾ എസുമായും LDFുമായും യാതൊരു ബന്ധവും പുലർത്താതെ വിമത പ്രവർത്തനം നടത്തിവരികയാണെന്ന് ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി. കോർപ്പറേഷന്റെ പല അഭിമാന പദ്ധതികൾക്കും തുരങ്കം വയ്ക്കുന്ന തരത്തിൽ വിയോജനക്കുറിപ്പുകൾ എഴുതി കോർപ്പറേഷൻ ഭരണം നിശ്ചലമാക്കാനായി കൂറുമുന്നണി ഉണ്ടാക്കി പാർട്ടിക്കും മുന്നണിക്കുമെതിരെ പ്രവർത്തിക്കുകയാണ് ഷീബ ബാബു കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ കൌൺസിലറായിരിക്കുന്ന സമയത്ത് തന്നെ UDF മുന്നണിയിൽപ്പെട്ട പല കക്ഷികളിലും ചേക്കേറാനായിട്ട് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു പോയപ്പോഴാണ് BJPയിൽ അംഗത്വം എടുത്തതെന്ന് ജനതാദൾ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി പറഞ്ഞു. ചില കൗൺസിലർമാരുമായി കുറുമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഭരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഷീബയുണ്ടായത്. നടത്തറ ഡിവിഷന്റെ വികസനത്തിന് വേണ്ടി വരുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിക്കാതെ താൻ കൌൺസിലറായത് വ്യക്തിപരമായി നേട്ടങ്ങൾ കൊണ്ടാണ്, വ്യക്തിപരമായ കഴിവുകൊണ്ടാണ് കൌൺസിലറായത് എന്നുള്ള ചിന്തയുമായാണ് ഷീബ ബാബു കഴിഞ്ഞ കൌൺസിലിൽ പ്രവർത്തിച്ചത്. പാർട്ടിക്ക് വിധേയപ്പെടുകയോ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുകയോ ചെയ്യാതെ സ്വതന്ത്രമായി വിമർശനപരമായി കോർപ്പറേഷന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന നയങ്ങളുമായി മുന്നോട്ടുപോയ കൌൺസിലർ ഇപ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി വർഗീയ ശക്തിയുമായി കൂട്ടുചേർന്നാണ് BJPയിൽ ചേർന്നിട്ടുള്ളത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നടത്തറ ഡിവിഷന്റെ വോട്ടർമാരോട് കാണിച്ച വഞ്ചനയാണ് കൌൺസിലറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്ത സംഭവം ദൌർഭാഗ്യകരവും ദുഃഖകരവുമാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കും. ഈ വിഷയത്തിൽ സൂക്ഷ്മമായ പരിശോധനയും നടക്കും. ചത്ത മാനുകളുടെ ആന്തരികാവയവങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് വിഷയം കാണുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ചുമതലകൾക്കായി വനംവകുപ്പിലെ 12 ഉദ്യോഗസ്ഥരെ കൂടി സുവോളജിക്കൽ പാർക്കിൽ നിയമിച്ചതായി മന്ത്രി അറിയിച്ചു. മാനുകൾ ചത്ത സംഭവത്തിൽ പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളാണ് നിലവിൽ നടക്കുന്നത്. സുവോളജിക്കൽ പാർക്ക് എന്ന മഹത്തായ ആശയത്തെ തകർക്കാനുള്ള ശ്രമത്തെ എന്ത് വില കൊടുത്തും തടയും. സുവോളജിക്കൽ പാർക്കിന്റെ സുരക്ഷാ ഓഡിറ്റിംഗ് നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. 2023 ഓഗസ്റ്റിലാണ് ആദ്യ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയത്. ആവശ്യമാണെങ്കിൽ വീണ്ടും സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും വിവരം അറിഞ്ഞ ഉടനെ തന്നെ കൈകാര്യം ചെയ്യുന്ന വനം വകുപ്പിന്റെ മന്ത്രിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അന്വേഷിക്കാൻ ഒരു ഉന്നതതല സംഘത്തെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിക്കുകയും അവർ പ്രാഥമിക അന്വേഷണം നടത്തി 4 ദിവസങ്ങൾ കൊണ്ട് റിപ്പോർട്ട് തരണമെന്നും 2 ആഴ്ച കൊണ്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടവും ശവസംസ്കാരവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ക്യാമറ പ്രൊസീഡിങ്സോടുകൂടി എല്ലാ റെക്കോർഡുകളും എടുത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള മൃഗ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ഈ നടപടിക്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. എന്താണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളതെന്ന്, ഏതെല്ലാം വിധത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധന തന്നെ ആവശ്യമാണ്. സുവോളജിക്കൽ പാർക്കിൽ 10 മാനുകൾ ചത്ത സംഭവത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് സെൻട്രൽ സൂ അതോറിറ്റി ഓഫ് ഇന്ത്യ സെക്രട്ടറിക്ക് പരാതി നൽകി.
സുവോളജിക്കൽ പാർക്കിലെ മൃഗങ്ങളുടെ സുരക്ഷ, നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട അനുമതികൾ, ഇതര മൃഗശാലകളിൽ നിന്നുള്ള മൃഗങ്ങളുടെ കൈമാറ്റം എന്നിവയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം രോഗികളെ വലച്ചു. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് ഡോക്ടർമാർ പണിമുടക്കിയത്. ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, പുതിയ മെഡിക്കൽ കോളേജുകളിൽ NMC മാനദണ്ഡങ്ങൾ അനുസരിച്ച് അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ പണിമുടക്കിയത്. പണിമുടക്കിയ ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വിഭാഗമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കയ്യിൽ നീട്ടി നിൽക്കുന്നത്. വിയ്യൂർ ഹൈ സെക്യൂരിറ്റി ജയിലിൽ ഉദ്യോഗസ്ഥന് തടവുകാരുടെ മർദ്ദനമേറ്റു. പരിക്കേറ്റ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. NIA കേസിലെ പ്രതി മുഹമ്മദ് അസറുദ്ദീൻ, മാവോയിസ്റ്റ് മനോജ് എന്നിവരാണ് മർദ്ദിച്ചത്. മുഖത്തും നെഞ്ചിലുമാണ് പ്രിസൺ ഓഫീസർക്ക് മർദ്ദനമേറ്റത്. ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റാൻ ശ്രമിച്ച കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതി റജിക്കും മർദ്ദനമേറ്റു. റജിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല ഉയരും. 15 ദിവസങ്ങളിലായി 3000-ഓളം സംഗീതജ്ഞർ വേദി പങ്കിടും. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഏകാദശി നാദോപാസനയുടെ സ്മരണാർത്ഥമാണ് ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂരിലെത്തും. ഞായറാഴ്ച വൈകിട്ട് 6-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര K. അംബികാദേവിക്ക് സമർപ്പിക്കും. തുടർന്ന് പുരസ്കാര സ്വീകർത്താവിന്റെ സംഗീത കച്ചേരി നടക്കും. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന അഗ്നി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും. തുടർന്ന് ക്ഷേത്രം നാഗസ്വര തവിൽ അടിയന്തരക്കാരുടെ മംഗളവാദ്യ സമർപ്പണത്തോടെ സംഗീതാർച്ചനയ്ക്ക് തുടക്കമാകും. ദിവസവും പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ സംഗീതാർച്ചന നടക്കും. തുടക്കക്കാരും പ്രഗത്ഭരും കച്ചേരി അവതരിപ്പിക്കും. ഏകാദശി ദിവസമായ ഡിസംബർ 1-ന് സംഗീതോത്സവം സമാപിക്കും. സംഗീതോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ആരാണോ സംഗീതം ഇഷ്ടപ്പെടുന്നത് അവർക്കൊക്കെ സംഗീതം പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് യഥാർത്ഥത്തിൽ നവോത്ഥാന കേരളത്തിന് പോലും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. TCV ഗുരുവായൂർ. സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ ടീമായ മാജിക് FCയുടെ ആദ്യ ഹോം മത്സരം വെള്ളിയാഴ്ച നടക്കും. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഹോം ഗ്രൗണ്ടായി താൽക്കാലികമായി കൈമാറ്റം ചെയ്യപ്പെട്ട തൃശൂർ കോർപ്പറേഷന്റെ പാലസ് ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക. ഇതിനായുള്ള സജ്ജീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പഴയ ടർഫ് മാറ്റി പുതിയത് വിരിച്ചു. ഇതിനു പുറമെ സ്റ്റേഡിയം പെയിന്റ് അടിച്ച് സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിച്ചും ഗ്യാലറി, ഫ്ലഡ് ലൈറ്റുകൾ എന്നിവ നവീകരിക്കുകയും ചെയ്തു. ഗ്രൗണ്ടിന് ചുറ്റുമുണ്ടായിരുന്ന അപകടകരമായ ഇരുമ്പ് ഗ്രില്ലുകൾ നീക്കം ചെയ്തു. ഇത് അശാസ്ത്രീയവും ഫുട്ബോൾ താരങ്ങൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. വൈകിട്ട് 7:30 നടക്കുന്ന തൃശൂരിലെ ആദ്യ ഹോം മത്സരത്തിൽ മലപ്പുറം FCയാണ് മാജിക് FCയുടെ എതിരാളികൾ. നിലവിൽ 5 കളികളിൽ 3 ജയവുമായി 10 പോയിന്റോടെ ലീഗിൽ 2ാം സ്ഥാനത്താണ് തൃശൂർ മാജിക് FC. പുതുമോടിയോടെ കോർപ്പറേഷൻ സ്റ്റേഡിയം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഫുട്ബോൾ ലീഗിന് കളമൊരുങ്ങുന്നത് ഫുട്ബോൾ പ്രേമികൾക്ക് പുത്തൻ ആവേശം നൽകുകയാണ്. അതേസമയം ഗ്രൗണ്ട് സ്വകാര്യ ടീമിന് വിട്ടു നൽകിയതിലെ അത്ലറ്റിക് സംഘടനകളുടെ എതിർപ്പും പ്രതിഷേധവും അവസാനിച്ചിട്ടില്ല. TCV ന്യൂസ്, തൃശൂർ. CPI ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ പവനൻ ജന്മശതാബ്ദി സമ്മേളനം സംഘടിപ്പിച്ചു. ജന്മശതാബ്ദി സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മലയാളിയുടെ മനസ്സിൽ യുക്തിചിന്തയുടെയും ചരിത്രബോധത്തിന്റെയും വഴി തുറന്നിട്ട് തലമുറകളെ ആശയദൃഢതയുടെ തലത്തിലേക്ക് നയിക്കാൻ ചരിത്രപരമായ പങ്കുവഹിച്ച വ്യക്തിത്വത്തിനുടമയാണ് പവനൻ എന്ന് മന്ത്രി പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷനായി. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ്, സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ ഉൾപ്പെടെ ഒരു തലമുറയെ മുഴുവൻ ആശയ ദൃഢതയുടെ വഴികളിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വപരമായ പങ്ക് ജീവിതാവസാനം വരെ വഹിച്ച ഒരു മഹൽ വ്യക്തിത്വത്തിനുടമയായിരുന്നു സഹോദരൻ. യുക്തിചിന്തയും ചരിത്രബോധവും സാഹിത്യവും പ്രസംഗകലയും സംഘാടനവും പത്രപ്രവർത്തനവും ഇങ്ങനെ പറഞ്ഞ് തീർത്ത വിധം പവനൻ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ സകല മേഖലകളിലെയും സാന്നിധ്യമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
യുക്തിവാദം ജീവിത വഴിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ നിസ്തുലമാണ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊബർ ടാക്സി കാറുകൾ വീണ്ടും തടഞ്ഞു. പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ കാറുകൾ തടയുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഊബർ ഡ്രൈവർമാർ പറഞ്ഞു. ട്രിപ്പ് ക്യാൻസൽ ചെയ്യുവാൻ നിർബന്ധിക്കുകയും ട്രിപ്പ് എടുക്കുവാൻ വന്നാൽ വാഹനത്തിന് കേടുപാട് വരുത്തുമെന്നും ഡ്രൈവറെ മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഓൺലൈൻ ഓട്ടോ ടാക്സികളെ നിയന്ത്രിക്കുക, പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ CITU നേതാവ് മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റി ജില്ലാ ചെയർമാനുമായ PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മോട്ടോർ വാഹന ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC കൃഷ്ണൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി BA ഷംസുദ്ദീൻ, STU ജില്ലാ സെക്രട്ടറി CI നൌഷാദ്, മോട്ടോർ വാഹന തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AM ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാറിൽ ട്രിപ്പെടുക്കാൻ വന്ന ഓൺലൈൻ ടാക്സിയെ തടഞ്ഞ് യാത്രക്കാരെ മറ്റൊരു ടാക്സിയിൽ കയറ്റിയച്ച സംഭവത്തിൽ 3 ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ രംഗത്ത്. നിജസ്ഥിതി പരിശോധിക്കാതെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്ന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി AP ബാബുലയ്യൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ടാക്സിയുടെ വാടക നിരക്ക് തീരുമാനിച്ച് അഗ്രിഗേറ്റഡ് പോളിസി കേരളത്തിൽ നടപ്പിലാക്കണം. ലൈസൻസ് ഇല്ലാത്ത ഓൺലൈൻ ടാക്സി ഓപ്പറേറ്റർമാരെ നിരോധിക്കുകയും മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ പദ്ധതിയിട്ട സാരഥി ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉടൻ നടപ്പാക്കുകയും ചെയ്യണമെന്ന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. KTDU സംസ്ഥാന സെക്രട്ടറി AP ബാബുലയ്യൻ, മറ്റു ഭാരവാഹികളായ KV സജീഷ്, ഇബ്രാഹിം ചിറ്റപ്പുറം, ജോയ് പുത്തൻപീടിക, പ്രേംചന്ദ് തിരൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ 7 ലക്ഷത്തിൽ പരം വരുന്ന ഓട്ടോറിക്ഷ, ടാക്സി വാഹനങ്ങൾ തകർക്കുന്ന തെറ്റായ സർക്കാർ നയം തിരുത്തണമെന്ന് BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ആവശ്യപ്പെട്ടു. ഓൺലൈൻ ടാക്സിക്കെതിരെ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ തൊഴിലാളികൾ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധർണയിൽ BMS തൃശൂർ മേഖലാ പ്രസിഡന്റ് MK നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് AC കൃഷ്ണൻ, BMS ജില്ലാ ട്രഷറർ AM വിപിൻ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ KG ബിജു, K ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംഘടനകൾ അതിശക്തമായ കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിയായ അധ്യാപകൻ കനകകുമാറിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അധ്യാപകന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസ് നിരീക്ഷണത്തിലാണ്. അധ്യാപകനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൂടിയാട്ട വിഭാഗത്തിൽ അധ്യാപകൻ കനകകുമാറിനെതിരെ 6 വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് പോലീസ് തിങ്കളാഴ്ച കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ അധ്യാപകൻ ഒളിവിൽ പോവുകയായിരുന്നു. അധ്യാപകനെക്കുറിച്ച് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പരാതിയിൽ കലാമണ്ഡലം അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിദ്യാർത്ഥികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആരോപണ വിധേയനായ അധ്യാപകനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. ക്ലാസ് റൂമിൽ മദ്യപിച്ചെത്തിയ അധ്യാപകൻ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി.
മലക്കപ്പാറ റോഡിലെ ആനക്കയം കുമ്മാട്ടി കലുങ്ക് നവീകരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെയും നടപ്പാക്കിയില്ല. നവംബർ 10-നകം കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗതം സുഗമമാക്കണമെന്നായിരുന്നു കളക്ടറുടെ ഉത്തരവ്. കഴിഞ്ഞ ഒക്ടോബർ 31 ഇറക്കിയ ഉത്തരവാണ് ഇതുവരെയും പൊതുമരാമത്ത് വകുപ്പ് മുഖവിലക്കെടുക്കാതിരുന്നത്. കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള പ്രാഥമിക നടപടികൾ പോലും ഉണ്ടായില്ലെന്നാണ് വിവരം. ആനക്കയം പാലത്തിനടുത്താണ് മലയിൽ നിന്നും വെള്ളമൊഴുകുന്ന കുമ്മാട്ടിത്തോടും അതോടനുബന്ധിച്ചുള്ള കലുങ്കും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കലുങ്ക് കനത്ത മഴയിൽ ഇതിനു മുൻപും തകരാറിലായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അടിത്തറ ഇളകി ഗുരുതര കേടുപാടുകളാണ് സംഭവിച്ചത്. പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടതാണ് കളക്ടർ പ്രശ്നത്തിൽ ഇടപെടാൻ കാരണം. നവംബർ 1 മുതൽ സർവീസ് ബസ്സുകൾ മാത്രമാണ് അമിതഭാരം ഒഴിവാക്കി പാലത്തിലൂടെ കടത്തിവിടുന്നത്. മറ്റു ചെറിയ വാഹനങ്ങൾക്കും സഞ്ചരിക്കാം. എന്നാൽ വിനോദസഞ്ചാരികളുടെ ബസ്സുകളും ചരക്ക് ലോറികളും പാലത്തിലൂടെ കടന്നുപോകുന്നത് നിരോധിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. മേലൂർ കുന്നപ്പിള്ളിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടിച്ചിരി ആലക്കപ്പള്ളി വീട്ടിൽ ശോഭനനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗലത്ത് വീട്ടിൽ 60 വയസ്സുള്ള സുധാകരനെയാണ് ബുധനാഴ്ച വൈകിട്ട് ഇയാൾ കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. കൊലയ്ക്കുപയോഗിച്ച കത്തി ശോഭനന്റെ വീട്ടുപരിസരത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. അമിതമായി മദ്യപിച്ചതിനാൽ സംഭവം കൃത്യമായി ഓർമ്മയിൽ ഇല്ലെന്നാണ് ശോഭനൻ പോലീസിൽ മൊഴി നൽകിയത്. പാണയിലി രാജപ്പൻ എന്നയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും രാജപ്പന്റെ വീട്ടിലെത്തി രാവിലെ മുതൽ മദ്യപിച്ചു. തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് കോലഴി പഞ്ചായത്തിലെ കുറ്റൂരിൽ റോഡ് നവീകരണ പ്രവർത്തികൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. കുറ്റൂർ 14-ാം വാർഡിലെ മദർ സ്ട്രീറ്റ് റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങളിലെ മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ നടക്കുന്നതിനിടെയാണ് പ്രദേശത്തെ കോൺഗ്രസ് BJP പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് ചട്ടലംഘനമാണെന്നാരോപിച്ച് പ്രതിഷേധക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. നിർമ്മാണ പ്രവർത്തികൾക്കായി കൊണ്ടുവന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കണമെന്നും ഇവിടെ നിന്ന് നീക്കം ചെയ്ത മണ്ണ് തിരികെ കൊണ്ടിടണമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. വിയൂർ SHO KP മിഥുന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നടത്തുന്ന നിർമ്മാണ പ്രവർത്തികൾ പുതിയതല്ലെന്നും കഴിഞ്ഞ മാസം 22-ന് സൈറ്റ് നിർമ്മാണ പ്രവർത്തികൾക്കായി കൈമാറിയിട്ടുള്ളതാണെന്നും കോൺഗ്രസ് ഭരിക്കുന്ന സമീപ വാർഡുകളിൽ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വികാസ് രാജ് പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് പണികൾ നിർത്തിവച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതുപോലെ പ്രവർത്തിക്കുമെന്നും വികാസ് രാജ് അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വികാസ് രാജ്, വാർഡ് മെമ്പർ പ്രകാശ് ചിറ്റിലപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള CPM അംഗങ്ങൾ ഒരു വശത്തും പ്രതിഷേധക്കാർ മറുവശത്തും നില ഉറപ്പിച്ചതോടെ പ്രദേശത്ത് മണിക്കൂറുകളോളം സംഘർഷഭരിതമായ സാഹചര്യമാണ് നിലനിന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്താതിരുന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ 10-ന് പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സ്ഥലത്തെത്തി ചർച്ച നടത്താമെന്ന ധാരണയിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. TCV ന്യൂസ്, തൃശൂർ. എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവ നഗരിയെ ആവേശത്തിലാഴ്ത്തി കോൽക്കളി മത്സരം. പങ്കെടുത്ത മുഴുവൻ ടീമുകളും A ഗ്രേഡ് കരസ്ഥമാക്കി. മാപ്പിളക്കലകളിൽ പ്രധാന ഇനമാണ് കോൽക്കളി. കലോത്സവത്തിലെ വാശിയും ആവേശവുമുള്ള മത്സരം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിലാണ് കോൽക്കളി മത്സരം നടന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 5 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2 ടീമുകളുമാണ് പങ്കെടുത്തത്. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. ഓരോ ടീമുകളും വട്ടക്കോലിൽ താളമിട്ട് തുടങ്ങിയപ്പോൾ സദസ്സിൽ നിന്നും ആരവമുയർന്നു. മറിഞ്ഞടിയും മിനിക്കളിയും ചാഞ്ഞടിയും കഴിഞ്ഞ് മുറുക്കം അടക്കത്താളത്തിന്റെ രൗദ്രതാളത്തിലെത്തിയപ്പോൾ കാണികൾ ശ്വാസമടക്കിപ്പിടിച്ചാണ് കണ്ടിരുന്നത്.
ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിന്റെ ഈരടികളോടെ ദ്രുതതാളത്തിൽ അരങ്ങേറിയ കോൽക്കളി ആസ്വാദകരിൽ ആവേശം നിറച്ചു. TCV എരുമപ്പെട്ടി. തെങ്ങിൽ നിന്ന് വഴുതി വീണ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. വാടാനപ്പള്ളി ബീച്ച് വടക്കൻ വേലായുടെ മകൻ 67 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. വാടാനപ്പള്ളി ബീച്ച് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന് പടിഞ്ഞാറ് ആറുകെട്ടി ശ്രീകുമാറിന്റെ വീട്ടിലെ പറമ്പിൽ തെങ്ങ് കയറുമ്പോഴാണ് കാൽ വഴുതി താഴെ വീണത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2026 തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി ഭാരവാഹികളെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത ഭരണസമിതി യോഗം തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി M. ജയചന്ദ്രനെയും സെക്രട്ടറിയായി K. ദിലീപ് കുമാറിനെയും തെരഞ്ഞെടുത്തു. ശ്രീവത്സൻ S. കുറുപ്പാൾ, K. അരവിന്ദാക്ഷൻ A എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. PS സുരേഷിനെ ജോയിന്റ് സെക്രട്ടറിയായും PV അരുണിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ബധിരയും മൂകയുമായ യുവതിയെ ഭീഷണിപ്പെടുത്തി 17 പവൻ സ്വർണവും മൊബൈൽ ഫോണും കവർന്ന പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ പെരിന്തല്ലൂർ സ്വദേശി റാഷിദാണ് പിടിയിലായത്. വടക്കേക്കാട് സ്വദേശിനിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയാണ് പ്രതി സ്വർണവും ഐഫോണും കവർന്നത്. കഴിഞ്ഞ ബുധനാഴ്ച കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമീപത്തെ ഫോൺ ഗാലറി മൊബൈൽ ഷോപ്പിന് സമീപത്തേക്ക് വിളിച്ചുവരുത്തിയാണ് പ്രതി യുവതിയെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച വയോധികനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി ആറ്റത്ര സ്വദേശി ചിരിയങ്കണ്ടത്ത് ഡേവിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. 1 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയുടെ കടയുടെ മുന്നിലൂടെ പോവുകയായിരുന്ന കുട്ടിയെ ബലം പ്രയോഗിച്ച് കടയിലേക്ക് വലിച്ചു കയറ്റുകയും ലൈംഗിക ചൊവ്വയോടെ പെരുമാറുകയും അശ്ലീലം കാണിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. പുറനാട്ടുകരയിൽ കിണറ്റിൽ വീണ പശുവിനെയും പശുക്കുട്ടിയെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ആഴമുള്ള കിണറ്റിൽ പശുവും കുട്ടിയും വീണതറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്നെത്തിയ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജേഷിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പശുവിനെയും കുട്ടിയെയും കരയ്ക്ക് കയറ്റിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,715 രൂപ, പവന് 93,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച ആരംഭിക്കും. പൊതു അവധി ദിവസം ഒഴികെ ഈ മാസം 21 വരെ പത്രിക സമർപ്പിക്കാം. തൃശൂർ കോർപ്പറേഷനിലെ LDF കൌൺസിലർ ഷീബ ബാബു NDAയിൽ ചേർന്നു. LDFൽ നേരിട്ടത് തികഞ്ഞ അവഗണനയെന്ന് ഷീബ ബാബു. തൃശൂർ കോർപ്പറേഷനിലെ മുൻ BJP കൌൺസിലർ I. ലളിതാംബിക CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്ത സംഭവം ദൌർഭാഗ്യകരവും ദുഃഖകരവുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സുവോളജിക്കൽ പാർക്ക് എന്ന മഹത്തായ ആശയത്തെ തകർക്കാനുള്ള ശ്രമത്തെ എന്ത് വില കൊടുത്തും തടയുമെന്നും മന്ത്രി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം രോഗികളെ വലച്ചു. OP ബഹിഷ്കരിച്ച ഡോക്ടർമാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വിയ്യൂർ ഹൈ സെക്യൂരിറ്റി ജയിലിൽ ഉദ്യോഗസ്ഥന് തടവുകാരുടെ മർദ്ദനമേറ്റു. പരിക്കേറ്റ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തടയാൻ ശ്രമിച്ച തടവുകാരനും മർദ്ദനമേറ്റു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല ഉയരും. 15 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 3000-ഓളം സംഗീതജ്ഞർ വേദി പങ്കിടും. വിവാദങ്ങൾക്കൊടുവിൽ സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ ടീമായ മാജിക് എഫ്സിയുടെ ആദ്യ ഹോം മത്സരം വെള്ളിയാഴ്ച കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ ഹോം മത്സരത്തിൽ മലപ്പുറം എഫ്സിയാണ് മാജിക് എഫ്സിയുടെ എതിരാളികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.